ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, പെസഹ കാലഘട്ടത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ചയാണ്. വചനഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായം 1 മുതൽ 19 വരെ. ഇതിനെ രണ്ടായിട്ട് തിരിക്കാം. 1 മുതൽ 14 വരെയും 15 മുതൽ 19 വരെയും. 1 മുതൽ 14 വരെ ഈശോയുടെ ശിഷ്യന്മാർക്ക് മുമ്പിലുള്ള മൂന്നാമത്തെ ഉദ്ധാനം ചെയ്ത ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷപ്പെടലാണ്. 15 മുതൽ 19 വരെ ദൈവമായ കർത്താവ് യോഹന്നാനെ അജപാലകനായി ഉയർത്തുകയാണ്. ഈ രണ്ടാമത്തെ ഭാഗത്തിന് ആനുകാലികമായി ഒന്ന് ചിന്തിക്കുമ്പോൾ വലിയൊരു പ്രത്യേകതയുണ്ട്. ഈ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നൊരു വാക്ക് എങ്ങനെയാണ് പത്രോസിൻ്റെ പിൻഗാമിയായ പുതിയ പാപ്പായെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ കേൾക്കാൻ സാധ്യതയുള്ള ഒരു വാചകമാണ് കണ്ണുനീരിൻ്റെ മുറി. സിസ്റ്റീൻ ചാപ്പലിൻ്റെ തൊട്ടടുത്ത് ഒരു മുറിയുണ്ട്. ആ മുറിയിൽ 3 തരത്തിലുള്ള വസ്ത്രങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അത് പുതിയ പാപ്പായ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഒന്ന് ഏറ്റവും ചെറുത്, ഇടത്തരം, ഏറ്റവും വലുത്. ആരാണ് കർദിനാളായി വരാൻ പോകുന്നതെന്ന് ഒരു പിടിയില്ല. അപ്പോൾ ആര് വന്നാലും അവർക്ക് പാകമാകുന്ന രീതിയിലുള്ള ഒരു സെറ്റ് ഓഫ് കാസക്സ് ആ മുറിയിലുണ്ടാകുമെന്നാണ് പറയുന്നത്. അതിനെ കണ്ണുനീരിൻ്റെ മുറി എന്നാണ് വിളിക്കപ്പെടുന്നത്. ആ മുറിയിലേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട കർദിനാൾ അല്ലെങ്കിൽ പാപ്പായായി തിരഞ്ഞെടുക്കപ്പെട്ട കർദിനാൾ ആ മുറിയിലേക്ക് പ്രവേശിക്കുന്നു. കുറച്ച് നേരത്തേക്ക് ആ മുറിയിൽ പാപ്പ ഒറ്റയ്ക്കായിരിക്കും. ആ സമയത്ത് അറിയാതെ കണ്ണുകൾ ഈറനണിയും. സങ്കടം കൊണ്ടാണോ, സന്തോഷം കൊണ്ടാണോ, പറയാൻ പറ്റാത്ത മറ്റെന്തെങ്കിലും വികാരം കൊണ്ടാണോ എന്നൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ ആ മുറിക്ക് കണ്ണുനീരിൻ്റെ മുറി എന്ന വിളിപ്പേര്. ആ മുറി ഒരു രൂപമാറ്റത്തിൻ്റെ മുറിയാണ്. കർദിനാളിൽ നിന്നും കത്തോലിക്ക സഭയുടെ ഉന്നത സ്ഥാനമായ പാപ്പായിലേക്കുള്ള ഒരു മാറ്റം. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്നത്തെ സുവിശേഷത്തെ ഒന്ന് വ്യാഖ്യാനം ചെയ്യാം. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ വളരെ കഷ്ടപ്പെട്ട് നിരാശനായി വഞ്ചിയിലിരുന്ന് കൂട്ടുകാരോടൊപ്പം വേദനിക്കുന്ന പത്രോസിൻ്റെ അടുക്കിലേക്ക് ഒരു അപരിചിതൻ്റെ ഭാവത്തിൽ ക്രിസ്തു കടന്നു വരിക. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, മക്കളെ മീൻ വല്ലതും കിട്ടിയോ? ഒന്നുമില്ല. വലതുഭാഗത്ത് വലയിറക്ക്. ഒരു അപരിചിതന് കൊടുക്കുന്ന പരിഗണന നോക്കണം. കടലിൻ്റെ മുക്കും മൂലയൊക്കെ കൃത്യമായിട്ട് അറിയാവുന്നവനാണ് പത്രോസ്. അവൻ പറഞ്ഞ സ്ഥലത്ത് പലതവണ വല ഇറക്കിയിട്ടുണ്ടാകും. പക്ഷെ എന്നിട്ടും പത്രോസ് അപരിചിതനെ പരിഗണിച്ചു എന്നുള്ളത്. അതറിയത്തില്ല ക്രിസ്തുവാണെന്ന്. പക്ഷേ ക്രിസ്തു പഠിപ്പിച്ച മൂല്യങ്ങൾ ഇപ്പോഴും അവൻ ജീവിതത്തിൽ പാലിക്കുന്നുണ്ട് എന്ന പരീക്ഷണത്തിൽ ക്രിസ്തുവിൻ്റെ മുമ്പിൽ അവൻ സുന്ദരമായി വിജയിച്ചതായിരുന്നു. അതുകൊണ്ട് അവൻ ക്രിസ്തുനാഥൻ പത്രോസിൻ്റെ മുമ്പിൽ തന്നെ വെളിപ്പെടുത്തുക. അത് കണ്ടപ്പോൾ അവന് മീനിൻ്റെ ആവശ്യമില്ല. അവൻ മേലങ്കി എടുത്ത് വെള്ളത്തിൽ ചാടുക. പിന്നീട് അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് സുവിശേഷകൻ വിവരിച്ചിട്ടില്ല. അതെന്തായിരിക്കാം സംഭവിച്ചത്? അവൻ കഷ്ടപ്പെട്ട് നീന്തി ഈശോയുടെ മുമ്പിൽ ആദ്യം, എന്നിട്ട് തീർച്ചയായും കാലിൽ കെട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. എന്നിട്ട് പറയാൻ സാധ്യതയുള്ളത് എങ്ങനെയാണ്? എൻ്റെ പൊന്നു കർത്താവേ, മനഃപൂർവ്വം അല്ല, പറ്റിപ്പോയതാ. 1 തവണയല്ല 3 തവണ ഞാൻ നിന്നെ തള്ളിപ്പറഞ്ഞു. ദേ, എൻ്റെ പിന്നാലെ മറ്റ് ശിഷ്യന്മാർ വരുന്നുണ്ട്. അവരുടെ മുമ്പിൽ വെച്ച് എന്നെ ഒന്നും പറയരുത്. ഞാൻ നിന്നെ ആഴമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, സ്വാഭാവികമായിട്ടും ഈശോ അവനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടാകും. അവന് നീരുപാധികം മാപ്പ് കൊടുത്തിട്ടുണ്ടാകും. 2000 വർഷങ്ങൾക്ക് മുമ്പ് തിബേരിയൂസ് കടൽ തീരത്തിൻ്റെ സമീപത്ത് പത്രോസ് ഒഴുക്കിയ കണ്ണുനീർ, അതുതന്നെയല്ലേ ഓരോ പാപ്പായുടെ തിരഞ്ഞെടുപ്പിന് ശേഷവും ഈ കണ്ണുനീരിൻ്റെ മുറിയിൽ കയറി ഈ പുതിയ പാപ്പ ഒഴുക്കുന്നത്. ഇന്നത് കണ്ണുനീരിൻ്റെ മുറിയാണെങ്കിൽ അന്നത് കണ്ണുനീരിൻ്റെ കടൽ തീരമായിരുന്നു. രണ്ടിടത്തും സംഭവിച്ചത് ഒറ്റ കാര്യം മാത്രം. ഒരു മുക്കുവനിൽ നിന്നും അജപാലകനിലേക്ക് ദൈവം അവനെ കൈപിടിച്ചുയർത്തി. ദൈവപുത്രനായ ഈശോ പത്രോസിനെ ഉയർത്താനുള്ള കാരണം അതവൻ ഒഴുക്കിയ കണ്ണുനീര് തന്നെയാണ്. വെറുമൊരു കണ്ണുനീരായിരുന്നില്ല അത്, മറിച്ച് അതൊരു ഏറ്റുപറച്ചിലായിരുന്നു. ഇനി ഞാൻ നിന്നെ തള്ളിപ്പറയില്ല. ഇനി ഞാൻ നിന്നെ എൻ്റെ ചങ്കോട് ചേർത്ത് പിടിക്കും. അന്ന് കടൽ തീരത്തൊഴുക്കിയ അതേ കണ്ണുനീരാണ് ഇന്ന് കണ്ണുനീരിൻ്റെ മുറി എന്ന പേരിൽ അറിയപ്പെടുന്ന സിസ്റ്റീൻ ചാപ്പലിൽ ഓരോ പുതുതായി തിരഞ്ഞെടുക്കപ്പെടുന്ന പരിശുദ്ധ പിതാക്കന്മാരും ഒഴുക്കുന്നത്. അവർക്ക് മാത്രം മാറ്റിവയ്ക്കപ്പെട്ട ഒരു മുറിയല്ല കണ്ണുനീരിൻ്റെ മുറി. കണ്ണുനീരിൻ്റെ മുറി എനിക്കും നിങ്ങൾക്കുമൊക്കെ അവകാശപ്പെട്ടതാണ്. കർദിനാളിൽ നിന്നും പരിശുദ്ധ പാപ്പായിലേക്കുള്ളൊരു മാറ്റം അതെത്രയോ വലിയ മാറ്റമാണ് എന്ന് നാം ചിന്തിക്കുന്നതിൻ്റെ കാരണം ലോകത്തിൽ ഒരൊറ്റ പരിശുദ്ധ പിതാവേ ഉള്ളൂ. അതുകൊണ്ട്
ആ പാപ്പായ്ക്കുണ്ടാകുന്ന മാറ്റം ലോകം മുഴുവൻ ഇങ്ങനെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുക. അതിനേക്കാളും എത്രയോ വലിയ മാറ്റങ്ങളാണ് അനുദിന ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്നത്. ഓടിക്കളിച്ച് നടന്നിരുന്ന ഒരു പെൺകുട്ടി കുറച്ച് കഴിയുമ്പോൾ ഭാര്യയായിട്ട് മാറുക, അതിൽ നിന്ന് അമ്മയായിട്ട് മാറുക, അതിൽ നിന്ന് അമ്മൂമ്മയായിട്ട് മാറുക. വേള കളിച്ച് നടന്നിരുന്നവൻ ഒരു വേള ഭർത്താവായിട്ട് മാറുക, അപ്പനായിട്ട് മാറുക, അപ്പൂപ്പനായിട്ട് മാറുക. ഒന്നാലോചിച്ച് നോക്കിയേ, ആ ഒരു മാറ്റം എന്തേ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നത്? അതിനുള്ള കാരണം ഇത്രയേ ഉള്ളൂ, അതെല്ലാ കുടുംബങ്ങളിലും സംഭവിക്കുന്നതാണല്ലോ. എല്ലാ കുടുംബങ്ങളിലും സംഭവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വലിയ മാറ്റത്തെ, അതിനെ ചെറുതായി കാണരുത്. നമ്മുടെ ജീവിതത്തിലും ഒരു കണ്ണുനീരിൻ്റെ മുറി ആവശ്യമാണ്. വെറുതെ കരച്ചിലൊഴുക്കാനുള്ള മുറിയെന്നല്ല, മറിച്ച് ജീവിതത്തിൽ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങളുണ്ടാകും. തമ്പുരാൻ്റെ മുമ്പിൽ പോയിരുന്ന് തമ്പുരാൻ്റെ മുമ്പിലേക്ക് തൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹം കണ്ണുനീരോടുകൂടെ ഒഴുക്കുമ്പോൾ, ആ കണ്ണുനീര് കർത്താവ് പറയുന്നുണ്ട്, അത് നിലത്ത് വീണ് പാഴായി പോകുന്നില്ല, അതെൻ്റെ കുപ്പിയിലാണ് ഞാൻ ശേഖരിക്കുന്നത്. കർത്താവിൻ്റെ കുപ്പി എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, അവൻ്റെ തിരുഹൃദയം. ഈ ഹൃദയത്തിൽ നിന്ന് തിരുഹൃദയത്തിലേക്കുള്ള ഒരു പ്രയാണമാണ് കണ്ണുനീർ. അത് തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങളിൽ അത് ഉപയോഗിക്കാൻ സാധിച്ചാൽ ആ മാറ്റം വിജയത്തിലേക്ക് തന്നെ ആയിരിക്കും. അങ്ങനെ വിജയിക്കാൻ വേണ്ടിയാണ് ജീവിതത്തിൽ മാറ്റം സംഭവിക്കുന്നത് എന്ന ബോധ്യത്തോടുകൂടെ ഹൃദയ ഐക്യത്തിൽ തമ്പുരാൻ്റെ ഹൃദയത്തോട് ചേർന്ന് നമുക്ക് ജീവിക്കാം. ദൈവം അനുഗ്രഹിക്കും.